ജോർദാനിലെ അക്കാബ എന്ന കൊച്ചു ടൗണിലെ ചരിത്രപരമായ ഒരു കോട്ടയാണ് അക്കാബ കാസിൽ. AD 1500 മംലൂക്ക് സുൽത്താൻ പണി കഴിപ്പിച്ചിട്ടുള്ളതും ഓട്ടോമൻ കാലത്ത് പുതുക്കി പണിതിട്ടുള്ളതുമാണ് ഈ കോട്ട. പണ്ട് കാലം മുതൽക്കേ അക്കാബ കാസിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. യാത്രക്കാർക്കും തീർത്ഥാടകർക്കും താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സൈന്യത്തിന്റെ താമസ സ്ഥലമായും ഇത് ഉപയോഗിച്ചു പോന്നു. അക്കാബ ഫോർട്ടിന്റെ ഓരോ മൂലയ്ക്കും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭാഗങ്ങൾ മംലൂക്കുകളുടെ സംഭാവനയാണെന്ന് കരുതപ്പെടുന്നു. കോട്ടയുടെ കവാടത്തിന് മുകളിൽ കാണുന്ന മുദ്ര അവരുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. The Aqaba flagpole in Jordan is 130 meters tall flagpole. This height makes it the 6th tallest freestanding and the 7th tallest flagpole in the world. It carries the flag of the Arab revolt commemorating the Battle of Aqaba that took place in 1970. അവിടുന്ന് ഞങ്ങൾ പോയത് അക്കാബയിലെ പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷനായ ഗ്ലാസ് ബോട്ടിങ്ങിനാണ്. ചെങ്കടലിന്റെ അത്ഭുത ലോകം കാണാൻ ഒരു ഗ്ലാസ് ബോട്ട് യാത്ര നടത്തുന്നത് നല്ലതാണ്. കടലിന്റെ അടിത്തട്ട് വരെ കാണാവുന്ന തരത്തിലുള്ള തെളിഞ്ഞ വെള്ളമാണ് റെഡ് സീയിലേത്. ഈ ബോട്ടിന്റെ അടിഭാഗത്ത് ഗ്ലാസ് ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ കടലിനടിയിലെ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. കടലിൽ ഇറങ്ങാതെ തന്നെ അവിടെയുള്ള ജീവികളെയും പവിഴപ്പുറ്റുകളെയും കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കപ്പലിന്റെയും ടാങ്കറിന്റെയും എല്ലാം അവശിഷ്ടങ്ങളും കാണുവാൻ നമുക്ക് ഈ ബോട്ട് യാത്ര. അതുകൊണ്ട് അതിനടിയിൽ ഏതാണ്ട് അതിന്റെ വണ്ടിയോ അല്ലടാ, അതുകൊണ്ട് ടാങ്കറാ. ഫാമിലിയായി പോകുമ്പോൾ ഗ്ലാസ് ബോട്ട് യാത്ര തികച്ചും രസകരമായി അനുഭവിക്കുവാനും സാധിക്കും. അക്കാബയിൽ നിന്ന് റെഡ് സീയുടെ വിശാലതയിൽ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ തീരത്തുള്ള പ്രദേശങ്ങൾ കാണുവാൻ സാധിക്കും. ഗൾഫ് ഓഫ് അക്കാബ എന്നറിയപ്പെടുന്ന ഈ കടലിടുക്കിന്റെ 8 ഭാഗത്തുള്ള ജോർദാനിലെ ടവറാണ് ആ കാണുന്നത്. ഈ കാണുന്ന പ്രദേശമാണ് റെഡ് സീയുടെ ഗൾഫ് ഓഫ് അക്കാബ എന്നറിയപ്പെടുന്ന ഭാഗത്തിന്റെ ജോർദാനിൽ അവസാനിക്കുന്ന ഇടം. ഈ തീരങ്ങളിലെല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഒരു നിര തന്നെ കാണാൻ സാധിക്കും. സെക്യൂരിറ്റി സ്കൂബ ഡൈവിംഗിന് മറ്റേതാണ് കുറെ ഗിയർ ഒക്കെ ജോർദാനിലെ അക്കാബയും ഇസ്രായേലും തമ്മിൽ ഏകദേശം 20 മുതൽ 30 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് റെഡ് സീ നീണ്ടുകിടക്കുന്നത്. അവിടെ ആ കാണുന്നത് ഇസ്രായേലിന്റെ ഭാഗമാണ്.
അങ്ങനെ ഗൾഫ് ഓഫ് അക്കാബയുടെ മധ്യഭാഗത്തെത്തിയ ഞങ്ങൾ ജോർദാനിലേക്ക് അടുക്കും തോറും ഇസ്രായേലിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു. ബോട്ട് ഓടിക്കുവാൻ സാധിച്ചതിൽ ജെയ്ദനും ജെഫിനും ജെറിലും എല്ലാം എക്സ്ട്രീം ഹാപ്പിയായി. അങ്ങനെ ഗ്ലാസ് ബോട്ട് യാത്രയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ സ്ക്യൂബ ഡൈവിംഗിലേക്കുള്ള തയ്യാറെടുപ്പിലായി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന അക്കാബ ടർട്ടിൽ ഡൈവിംഗ് സെന്റർ. കോണ്ടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഷോപ്പിൽ നിന്നും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കാറിൽ കയറിയാണ് അല്പം ദൂരെയുള്ള ഡൈവിംഗ് സ്പോട്ടിലേക്ക് പോകേണ്ടത്. ഡൈവിംഗിന് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ചെറിയ ട്രെയിനിങ് സെഷൻ. Let me talk about the gear first. This is their PCD for buoyancy control, regulator, and our tank. And the wood will use this one. Name is mouthpiece. You put your mouth first in your mouth, and you close your lips, and you will start to breathe from your mouth like this. But actually normal breathe, because some people do like this. That's not working. You will put your teeth first here, then after that you will close your lips. Okay, like a duck face, and you will start to breathe from your mouth, like breathe in, breathe out from your mouth. If there is some water inside your regulator, it's so easy to clean your regulator. Like you will just press here and everything will be okay. You will press, no, you will press here. Okay. The middle. If you press here, any water inside will go out like a bubble. Okay? Like there is exhaust here. When you breathe in and when you breathe out, you will find bubbles going out. That's normal. Okay? Here you will find me do like your buoyancy. I will do inflates, deflate. Actually, this one for buoyancy balance to make you like good buoyancy and not that much down, not much that much up. You will stay in the middle. And actually, I will do that for you. You will not do that. Okay? Let me talk about the sign, because underwater, like you cannot speak, like you can do it without language, like that's sign language. That's okay. A question and answer. When I'm ask you, are you okay? Need answer to me. I'm okay like this. I give you this, give it to me back. Okay? Like this. I have a problem, like I say I have a problem, but I will tell me where's your problem. Okay? Like I have a problem in my ears, I have a problem in my nose, my mouth. You know, it's clear. Just tell me, because I will help you. But if we have a problem in your ears, because underwater, like very hard pressure, every single meter when you start to dive, you will feel this pressure. And you need to do your equalization. How you will do that? Like actually, you will start to breathe from your mouth first. You will close your mouth, close your nose, and start to do equalization. No, like this. You will feel bumpy. Try this one right now. Like in the flight. Exactly. When you're in an airplane flight, you feel a little bit of pressure. Some people do this, but some people do swallow or eat something. Every single meter when I start going dive or start going down, I need to do that. Not working, try more. Not working, try to do swallow. Okay? Everything helps. Start to do that every meter. When you feel a problem in your ears, start to do that. Okay? Like this, I want to go up. I want to go down, right and left. Stop. You watch me. Like this, slowly, but Arab people use this one for slowly. Okay? It's too same. This sign, like, sit in your knee, because I will take a picture for you. But when I do this sign, but just try to start doing your leg like this, because I will put you down, but don't try to help me in. Like this, it's mean to swim. When you swim on the water, your body straight, like this, your body and it's your leg. Just to start to do like 1, 2, 1, 2, and 1, 2, 1. Okay? Clear? If there is some water inside your mask here, and you need to do that, just you will start to breathe from your mouth, like breathe in,
you will look the sky a little bit like this. 2 finger, hold the frame. When you hold the frame, just push a little bit, and you do like exhale out from your nose, like exhale from your nose, like. And what is inside will go out. Right? Okay. Any question? ഇൻസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തന്നെയാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഇതെല്ലാം ഫിക്സ് ചെയ്തു തന്നത്. സ്ക്യൂബ ഡൈവിംഗ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയസ് ആണ് അത് അനുഭവിക്കുവാൻ. ജുവലും ജെറിലും ഞാനും ഞങ്ങളുടെ കൂടെ 2 ട്രെയിനേഴ്സുമാണ് സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നത്. ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ. ട്രെയിനേഴ്സ് 2 പേരും വളരെ സപ്പോർട്ടീവായിരുന്നു. The oxygen cylinder was very heavy to carry. However, in the water we don't feel the weight of the oxygen cylinder. അതായത് വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മളുടെ പുറത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുകയേയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി. കടലിന്റെ ഉപരിതലത്തിലുള്ള തിരകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി തികച്ചും ശാന്തമായ ഒരു അനുഭവമായിരുന്നു വെള്ളത്തിനുള്ളിൽ. മത്സ്യങ്ങളെ പോലെ അവരുടെ കൂടെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥ. ടച്ച് ചെയ്യരുതെന്ന് ട്രെയിനേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു.